വിനു, ഇത് കേവലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സാന്ദർഭികമായോ ആകസ്മികമായോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രൊവോക്കേഷനിലോ പറഞ്ഞതാണ് എന്ന് കരുതണ്ട. ഇത് വെൽ കാൽക്കുലേറ്റഡ് ഒരു മൂവാണ്. BJPയും RSSും എപ്പോഴും അങ്ങനെയാണ്. അവർക്ക് അവരുടേതായ ഒരു പാത്തുണ്ട്. ഇവിടെ PC ജോർജും ഈ ഷോൺ ജോർജും ഒക്കെ അവരുടെ ചട്ടുകങ്ങളായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോ കാലങ്ങളായി RSS അല്ലെങ്കിൽ BJP നടത്തുന്ന ഒരു റിസർച്ചിന്റെ ഭാഗമായി. അത് തനിക്കെങ്ങനെ അറിയാം? അത് പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. കേരളത്തിൽ ഈ രാജ്യം മുഴുവൻ BJPക്ക് വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞപ്പോഴും ജയിക്കാൻ കഴിഞ്ഞപ്പോഴും കേരളം ഒരു ബാലികേറ മലയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അവർ പഠിച്ചപ്പോൾ മനസ്സിലാവുന്ന ഇവിടെ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ്. വളരെ അതൊക്കെ പോട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താ? ഇത് വെച്ച് ഞാനൊരു പണിയും മക്കളെ, ഈ പണി പാളും മക്കളെ. കേരളത്തിൽ പരക്കെ എത്ര ശ്രമിച്ചിട്ടും ഇതങ്ങോട്ട് വരുന്നില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ മധ്യ തിരുവിതാംകൂറിൽ ഒരു സമാധാന അന്തരീക്ഷം, ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്നതാണ്. ഇത് പൊളിയാതെ BJPക്ക് സ്കോപ്പില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ശ്രീ S. ജയസൂര്യൻ, PC ജോർജിന്റെ ഈ നിലപാട് BJPയുടെ നിലപാടാണോ? PC ജോർജിന്റെ നിലപാടിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി PC ജോർജും ഷോൺ ജോർജും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കത്തോലിക്ക സഭയുടെ ഭാഗമെന്നുള്ള നിലയിൽ, വിശ്വാസി എന്നുള്ള നിലയിൽ, അംഗമെന്നുള്ള നിലയിൽ നടത്തിയ പ്രതികരണമാണ് എന്ന്. മാത്രമല്ല PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഇന്ത്യയിൽ മുഴുവനുള്ള ക്രൈസ്തവ സമൂഹം കേരളത്തിൽ 18% പക്ഷേ 25-26% ക്രൈസ്തവ സമൂഹമുള്ള നമ്മുടെ ഗോവയിൽ BJP 2-3 തവണ തുടർച്ചയായിട്ട് ഭരിക്കുക. അതേപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുകയാണ്. അതോർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. പലതവണ ഭരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ എത്ര ക്രൈസ്തവ MLA മാരുണ്ട്? അത് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ, അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിൽ എത്ര പേരുണ്ടെന്ന് സാറിന് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, അതിപ്പോ 34 ക്രൈസ്തവ MLA മാരുണ്ടെങ്കിൽ മറുവശത്ത് BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ 234 ക്രൈസ്തവ MLA മാരുണ്ട്. 2 മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ BJP സഖ്യം ഭരിക്കുന്ന 2 മുഖ്യമന്ത്രി സ്ഥാനങ്ങളുണ്ട്. 46 മന്ത്രിമാരുണ്ട്. അപ്പോൾ ക്രൈസ്തവരുടെ പാർട്ടി തന്നെയാണ് BJP. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഈ കാര്യങ്ങൾ കോൺഗ്രസിനെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഈ സംസ്ഥാനത്ത്, കേരളത്തിൽ ഭീതി അഴിച്ചുവിടാൻ വേണ്ടിയാണ് ഇതാ FCRA വരുന്നു, നമ്മൾ പ്രതികരിക്കണ്ടേ, നിങ്ങളെ പൂട്ടാനാണ്, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിലുള്ള ഭയം അഴിച്ചുവിട്ടത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ചുമതലയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന ഭാഗത്ത് നിന്ന് കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് BJPക്കെതിരെ ക്രൈസ്തവരെ തിരിക്കാൻ ആ അവസരം രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെയാണ് PC ജോർജും ഷോൺ ജോർജും പ്രതികരിച്ചത്. അതുകൊണ്ട് വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഈ വസ്തുതകൾ മുഴുവൻ സുതാര്യമാണ്, വ്യക്തമാണ്. അപ്പോൾ ഇതൊരു തുറന്ന ചർച്ചയ്ക്ക് വിഷയമാവട്ടെ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ക്രൈസ്തവരെല്ലാം BJPക്കെതിരാകും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ വ്യക്തമാണ്. ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ളതും വളരെ ശക്തിയുള്ളതുമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP അധികാരത്തിലിരിക്കുന്നത് ക്രൈസ്തവ സമൂഹം BJPയെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ മാത്രം മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് BJPയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയുള്ള ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും തന്ത്രങ്ങൾ ഇപ്പോഴും ഇവിടെ വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിവിടെ വലിയ ചർച്ചയായി മാറ്റുന്നത്, ഇത് വലിയ പ്രശ്നമുണ്ടാക്കി കോലാഹലമാക്കി മാറ്റുന്നത്. അതിനോടാണ് PC ജോർജിനും ഷോൺ ജോർജിനും പ്രതികരിക്കേണ്ടി വന്നത് എന്ന് മാത്രം. സഭയുടെ എല്ലാ പ്രതിസന്ധികളിലും
കൂടെ നിന്ന് ആരാണ്? ഷോൺ ജോർജാണ്, BJP ആണ്, രാജീവ് ചന്ദ്രശേഖറാണ്, അമിത്ഷാജിയാണ്, നരേന്ദ്രമോദിയാണ് അല്ലേ? ഇവരാരെങ്കിലും ഉണ്ടായിരുന്നു? ഈ പറയുന്ന KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ജോസ് കെ മാണി ഉണ്ടായിരുന്നു. സഭയ്ക്ക് എന്ത് ഗുണം കിട്ടി ഇവരെ കൊണ്ട്? പറയുന്നതിലും കാര്യമുണ്ടെന്നേ. പണം കൊടുത്ത് വാങ്ങിയ വസ്തുവിന് ഇപ്പോൾ അവകാശമില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആരായാലും വികാരഭരിതരാവില്ല. അപ്പോഴാണ് നരേന്ദ്രമോദി മറ്റേ വഖഫ് ഭേദഗതി നിയമമായിട്ട് വരുന്നത്. അംഗപ്പെട്ട മനുഷ്യൻ വെറുതെയല്ല കർത്താവ് ചില ആളുകളെ സ്വർഗത്തോളം ഉയർത്തുന്നത്. ആ സമയത്ത് തന്നെയാണ് സുരേഷ് ഗോപി അവതരിക്കുന്നത്. ഇതോടുകൂടി സംഗതി ആകെ പുലിവാന. എന്ത് സംഭവിച്ചു? കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു, മുനമ്പത്തെ സാധാരണക്കാരുടെ ഒപ്പമാണ്, ആരെയും കുടിയിറക്കണം നമുക്ക് താല്പര്യമില്ല. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ബിഷപ്പുമാർ പറയുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ അകത്ത് ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഈ 9ാമത്തെ ദിവസമെങ്കിലും ഈ ജാമ്യം കിട്ടിയത്. എന്താ സത്യം? മറുപടി പറയും. അതെടുത്ത് വെച്ചിട്ട് ഇതാണോ സഭ? നിങ്ങൾ പറഞ്ഞ FCR ബില്ല് ഉൾപ്പെടെ മാറ്റിവെപ്പിച്ച സഭയുടെ മുഖപത്രമായ ദീപിക ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ ഇതിനെന്തു മറുപടി പറയുന്നതെന്ന് അമിത്ഷാജി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ. അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥലത്തല്ലല്ലോ കേന്ദ്ര നേതൃത്വം ഇരിക്കുന്നത്, കേന്ദ്ര മന്ത്രിസഭ ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴെങ്കിലും ഇടപെടണമെങ്കിൽ ശ്രീമാൻ ഷോൺ ജോർജിനോ PC ജോർജിനോ നേരിട്ട് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വവുമായി ബന്ധപ്പെടാൻ സാധിക്കും. അവരത് ചെയ്തിട്ടുമുണ്ട്. എനിക്കിത് വേണം. ഇത്രയും നേരം ഞാൻ അവിടെ തനിക്ക് വേണ്ടി ഒരു ആവശ്യമില്ലാതെ വാദിച്ചു. എല്ലാം വേസ്റ്റ്. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, ഇവിടെ മുനമ്പം വിഷയം വന്നപ്പോഴും ഉത്തരേന്ത്യയിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഏതൊരു വിഷയത്തിലും ഈ പറയുന്ന ഷോൺ ജോർജും PC ജോർജും ഒക്കെ അവരവരുടെ പദവി ഉപയോഗിച്ച്, പാർട്ടിക്കകത്തുള്ള പദവി ഉപയോഗിച്ച് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെടുകയും അതാത് വിഷയങ്ങളിൽ ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലിത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞു ശരിയാ. ഒരു ചോദ്യമാണ്. കാരണം നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്ത്, ചെയ്യാവുന്നതെല്ലാം കൺവിൻസ് ചെയ്ത്, വസ്തുതകൾ വിശദീകരിച്ച് ആ ബില്ലിൻ്റെ അവതരണം പോലും മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞ് കേന്ദ്രമന്ത്രി, ചുമതലയുള്ള മന്ത്രി കിരൺ റിജിജു തന്നെ നേരിട്ട് ഉറപ്പ് കൊടുത്തതിന് ശേഷവും പിന്നെയും അത് വിശ്വാസയോഗ്യമല്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ പച്ചയായ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നാണ് ഷോൺ ജോർജും PC ജോർജും പറയുന്നത്. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. ആ രാഷ്ട്രീയത്തെയാണ്, ആ രാഷ്ട്രീയ നിലപാടുകളെയാണ് PC ജോർജും ഷോൺ ജോർജും ചോദ്യം ചെയ്തത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അത് വോട്ടിന് വേണ്ടിയാണോ? ഞങ്ങളിത് ചെയ്തു തന്നത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിരുന്നു, എന്നിട്ട് നിങ്ങളത് ചെയ്തില്ലല്ലോ എന്ന പ്രതിഷേധവും അതിലുള്ള രോഷവുമല്ലേ ജോർജും ഷോണും പ്രകടിപ്പിച്ചത്? അത് വോട്ടിന് വേണ്ടിയല്ല, വോട്ട് കിട്ടാത്തതിൻ്റെ പ്രതിഷേധവുമല്ല. വോട്ട് കിട്ടിയിട്ടില്ല എന്ന് ഒരു സംശയവുമില്ല, വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്റെ വീക്ഷണം കൊണ്ടകം തെറ്റിയ. ഏത് കാര്യത്തിനുമുള്ള വാതായനങ്ങൾ തുറന്നു കിടക്കുമ്പോൾ ആ സാധ്യതകളൊന്നും ഉപയോഗിക്കാതെ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്ത വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെയാണ് ജോർജും PC ജോർജും ചോദ്യം ചെയ്തത്. ഇതിനെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് അവർക്കറിയാം. ഇവിടെ ക്രൈസ്തവർ സംഘടിതരാണ്, 18% വോട്ടുണ്ടെന്നറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞിട്ട് പുറത്തെടുത്താൽ പോരെ? അത് വലിയൊരു പോയിന്റ് അല്ലടോ. അതിനുള്ള ബുദ്ധിയൊക്കെ കേന്ദ്രത്തിനുണ്ട്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ തന്നെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല, യൂസ് ചെയ്യണം. ജസ്റ്റ് കോമൺ സെൻസ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.